നമ്മുടെ കനകരാജ്യം റിലീസാവും. പിന്നെ റിലീസാവാനായിട്ട് രണ്ടായാമുണ്ട്. അതാരുടെ മൂവിയാ? അത് സ്വാസിക, ധ്രുവൻ ഒക്കെ ഉള്ള പടം. ഗൗതം കൃഷ്ണ അത്. പിന്നെ എൻ്റെ പേരിന ചേരയുണ്ട്. ചേരയൊക്കെ ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല. പിന്നെ വികാരം. പിന്നെ വേറെ ഇപ്പൊ ഒരെണ്ണം ചെയ്തായിരുന്നു, അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റിലുള്ള ഒരെണ്ണം ചെയ്തു. അതിലൊക്കെ ചെറിയ ചെറിയ സാധനം റോളാണ്. അപ്പൊ എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവൂലേ? ചേച്ചിയുടെ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലും ട്രോമാസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചിരിക്കല്ലേ, ട്രോമയാ ചോദിച്ചത്. ഇത് ശരിക്കും സിനിമയുടെ പ്രൊമോഷൻ അല്ലേ? ഏത് സിനിമയുടെ പ്രൊമോഷൻ? കുണ്ടലപുരാണം. അപ്പൊ അത് ചോദിച്ചാ പോരെ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ടല്ലോ. ഇല്ല, ചോദിച്ചുള്ളൂ. ചോദിക്കണ്ട. സോറി ചേച്ചി. ചേച്ചിക്ക് പറഞ്ഞ കംഫർട്ടബിൾ ആണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കംഫർട്ടല്ല. ചേച്ചി ലൈഫിൽ എന്തായാലും എന്തെങ്കിലും ട്രോമാസ് ഉണ്ടാവില്ല നമുക്ക് ലൈഫിൽ? ഒരുപാട് പേർക്ക്, നമുക്ക് എല്ലാവർക്കും എനിക്ക് മനസ്സിലാവത്തില്ലേ? പിന്നെ ട്രോമ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അതെല്ലാരുടെ ലൈഫിലും ട്രോമാസ് ഉണ്ടാവും. ചോദിക്കണ്ട. മഞ്ജുവിനെ വിളിച്ച്. ചേച്ചി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോറി, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സോറി. പോണോ അതോ? ചേച്ചി സോറി ചേച്ചി. ഇല്ല, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോറി. കാച്ചിൽ എന്ന് പറഞ്ഞൊരു സോങ് ആണ് വൈറലായത്. അത് ആ സോങ് എങ്ങനെയാ വൈറലായത്? സോറി ചേച്ചി. സോറി. ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? അല്ല, ഫസ്റ്റ് അല്ല, രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. എന്നാലും ചോദ്യം കേട്ട ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലെയാണ്. സോറി ചേച്ചി. പേടിച്ചോ? ചെറുതായിട്ട് വേണ്ടായിരുന്നു. ഇനി പറ്റത്തില്ല. ചെറുക്കന്മാരെന്താ നോക്ക്, ഇവിടൊക്കെ ചൂടായി. അയ്യോടാ പാവം വെച്ചു. ഇതിന് ഞാൻ അതുകൊണ്ട് പറഞ്ഞ അതിനെ കണ്ടതിന് ചോദിക്കാൻ പോലും തോന്നില്ല. ആൾക്കാരിപ്പൊ എന്നെ ചീത്ത പറയും. ഞാൻ പഠിച്ചൊക്കെ മറന്നുപോയാ. ഇനി എന്താ ചോദിക്കാം? ആൾക്കാർ ഇവിടെ ആരും അവളങ്ങോട്ട് വന്നതേ ഉള്ളു. അതിനിപ്പോ ആ കൊച്ചിനെ പേടിപ്പിച്ചു കണ്ടില്ല. ആൾക്കാർ എന്നെ ചീത്ത പറയും. ഞാൻ പറഞ്ഞു ഇവരോട് വേണ്ട 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 ചോദിക്കണ്ട, വേണ്ട, ആ കൊച്ചിനെ ഒന്ന് പേടിപ്പിച്ചു കിട്ടത്. എന്താ നീ സിനിമയിൽ കയറി കേട്ടോ. പാവട്ടി ചുമ്മാ. നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, നേരത്തെ ചേട്ടൻ പറഞ്ഞ സെഗ്മെന്റ്. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ സെഗ്മെന്റ്. അപ്പൊ ഞാൻ കുറച്ച് സംഭവങ്ങൾ പറയും, ചേച്ചി ചെയ്തിട്ടുണ്ടോ, വല്ലവരുടെ ബ്രഷ് എടുത്ത് തേച്ചിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും. അല്ലല്ല, തുടങ്ങാം. പബ്ലിക് പ്ലേസിൽ വീണിട്ടുണ്ടോ? വീണിട്ടുണ്ടോ? പോയിട്ടുണ്ട്. വീണത് എവിടെയാന്ന് ചോദിച്ചാൽ എനിക്ക് ടൗണിലാണെന്ന് തോന്നുന്നു. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താ. എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് വീണത്? ഇല്ല, എന്നെ ഒരു കാര്യം എന്നറിയോ, ഞാൻ വീണാലും മറ്റുള്ളവർ വീണാലും ഞാൻ ചിരിക്കും. ഞാൻ വീണെടുത്ത് കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു. ഞാനും അങ്ങനെയാ. അടുത്തത്, സാധനങ്ങൾ മറന്നു വെച്ച് പോയിട്ടുണ്ടോ? അതേ ഉള്ളൂ, എപ്പോഴും. എന്റെ അമ്മയ്ക്കൊക്കെ പേടി എന്റെ കയ്യിലെ സാധനം. മോനെ അത് കയ്യിലിരിപ്പുണ്ടേ, മോനെ മോനെ മറക്കല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും.
മിക്കവാറും പേഴ്സ്. അതിപ്പോ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതാ. അന്ന് ആദ്യം പുതിയൊരു കടയായിരുന്നു. ചെന്നപ്പോ ചെറിയ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്ത് അവന്റെ വാതിലിൽ വെച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോ മഴയില്ലായിരുന്നു, അതുകൊണ്ട് കുട എടുക്കാണ്ട് ഞാനിങ്ങനെ പോകുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. അവര് വിളിച്ചു പറഞ്ഞു, പക്ഷെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്റെ റെഡ് കൊടയായിരുന്നു അത്. അല്ല, വേറെ ആരാണ്ടൊക്കെ അവരുടെയാന്ന് പറയുന്നൊക്കെ പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റിയില്ല. ഓക്കെ, KSRTC ബസ്സിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. വണ്ടി കയറി അപ്പൊ ഉറങ്ങും. ഓക്കെ, വാട്സപ്പിൽ 10-ലധികം ആളുകളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ബ്ലോക്ക് ചെയ്തിട്ടില്ല. ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല? ഇല്ല, 1-2 10 കൂടുതലില്ല. ഇല്ല ഇല്ല. ആരെയാ ബ്ലോക്ക് ചെയ്തത്? ഈ സിനിമയുടെ ഒരു, എനിക്കിപ്പം നിലവിൽ ഓർമ്മയുള്ളത്, ഒരു സിനിമയുടെ കാര്യം പറഞ്ഞ് വിളിച്ചിട്ട് ലെസ്ബിയൻ ക്യാരക്ടേഴ്സാന്ന് പറഞ്ഞ് അങ്ങനെ ഓക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 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 അങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു അതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ലിപ് ലോക്ക് മാത്രം, അത് മാത്രം ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ മാറി 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 വന്നു. എന്താ പറയണ്ട, ലാസ്റ്റ് ചേച്ചി കുറച്ചുകൂടി സീൻ വരും, കുറച്ചുകൂടി ഞാൻ പറയാം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അല്ല വേണ്ട ചേച്ചി, വേണ്ട, ഞങ്ങള് ഇല്ല, മെസ്സേജ് അയച്ചതാണ്. ഞങ്ങള് ഇത് ഇട്ടോളാം, ഡ്യൂപ്പിനെ വെച്ചോളാം. ഡ്യൂപ്പിനെ വെക്കണ്ട, ഒന്നും വെക്കണ്ട, ഞാൻ പറഞ്ഞ സീനിനപ്പുറം വേറെ ഒന്നും ഇല്ല. പിന്നെ അങ്ങനെ പറഞ്ഞു 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 എനിക്ക് അപ്പോഴേക്കും ഞാൻ ഒരു ഗെറ്റ് ലോസ്റ്റ് ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്തു. അതാണ് റീസെന്റ് ചെയ്ത ബ്ലോക്ക്. ഓക്കെ, അടുത്തത്, വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, അതൊക്കെ പോകണ്ട, ലൈഫിൽ ഒരു തവണയെങ്കിലും പോകണ്ടേ? പോയിട്ടില്ല. സിനിമ വരുന്നതിനുണ്ടായിരുന്നു, പിന്നെ പോയായിരുന്നു. ഓക്കെ, വയറുവേദന എന്ന നുണ പറഞ്ഞിട്ടുണ്ടോ? പോലെ എപ്പോ എവിടെ? സ്കൂളിൽ ഇങ്ങനെ പഠിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. കോളേജിലും സ്കൂളിലും. മൂവിയിൽ കയറിയതിനു ശേഷം ഓക്കെ, സ്വന്തം ബന്ധുക്കൾ മരിച്ചു എന്ന് എവിടെയെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടോ? അമ്മൂമ്മനെ അപ്പൂപ്പനെയൊക്കെ കൊറേ കൊന്നിട്ടുണ്ടെന്നൊക്കെ. കൊറേ കേട്ടോ.